ഇതൊരു വ്യത്യസ്തമായ പരിപാടി. സാധാരണ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് ഒരു സാംസ്കാരിക പ്രഭാഷണം നടത്തി അത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ വ്യത്യസ്തമായി നാടകം കളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാനാണ് ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. നാടകം എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിലുള്ള നാടകമല്ല. ഞാൻ എക്സൈസ് വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ 16 വർഷമായി ബോധവൽക്കരണ നാടകവുമായിട്ട് ഇങ്ങനെ വിവിധ സ്കൂളുകള്, കോളേജുകള്, സാംസ്കാരിക നിലയങ്ങള്, സംഘടനകള്, അങ്ങനെ അവരൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും ബാലസംഘത്തിലൂടെ വന്ന ആളാണ്. ബാലസംഘത്തിലൂടെയാണ് മോണോ ആക്ട്, അതുപോലെ നാടകം എന്നിവരൊക്കെ കടന്നു വന്നത്. അതിനുശേഷം എക്സൈസ് വകുപ്പിൽ വന്നതിന് ശേഷമാണ് നാടകത്തിൽ സജീവമായത്. എക്സൈസ് വകുപ്പ് 2008 മുതൽ മദ്യമയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ പരിപാടികൾ ആവിഷ്കരിക്കുകയും ക്ലാസുകൾ, ഇതുപോലെ നാടകങ്ങൾ, ഓട്ടംതുള്ളൽ, ഫ്ലാഷ് മോബുകൾ, അങ്ങനെ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ സമൂഹത്തെ ആകെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇങ്ങനെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു നാടകവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് എന്നെയും പിന്നെ അതുപോലെ നാടകം കളിക്കുന്ന കുറച്ച് ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായി 2008 ആഗസ്റ്റിൽ വരല്ലേ ഈ വഴിയെ എന്ന് പറയുന്ന ഒരു നാടകം, അത് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ഇഷിത റോയ് അവർകളന്ന് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഞങ്ങളത് അന്നത്ര ഒരു എന്താ പറയാ സീരിയസ് ആയിട്ട് കരുതിയിരുന്നില്ല. പക്ഷെ പിന്നീട് അത് സ്കൂളുകൾ, കോളേജിലൊക്കെ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ അത് സ്വീകരണം ലഭിക്കുകയും പിന്നീട് അത് ജീവിതത്തിന്റെ ഭാഗമായി മാറി. നിങ്ങൾക്ക് ലഹരിയാക്കേണ്ട പലതരം ലഹരികളുണ്ട് ജീവിതത്തിൽ. ചിലർക്ക് ക്രിക്കറ്റ് കളിയായിരിക്കാം ലഹരി, ചിലർക്ക് ഫുട്ബോൾ ആയിരിക്കാം, ചിലർക്ക് വായനയാണ് ലഹരി, ചിലർക്ക് സംഗീതമാണ് ലഹരി, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, ജിമ്മി ജോർജ് എന്ന് പറയുന്ന വോളിബോൾ കളിക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം 37 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി. അദ്ദേഹം ശരിക്കൊരു ഡോക്ടറാവാൻ വേണ്ടി MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വോളിബോൾ താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ എന്റെ മേഖല വോളിബോളാണ്. അപ്പോൾ മെഡിക്കൽ, അന്നത്തെ കാലത്ത് പറഞ്ഞ് മെഡിക്കൽ എൻട്രൻസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്രയും കഴിവുള്ള ആൾക്കാർക്ക് കിട്ടും. അപ്പൊ അദ്ദേഹം അത്തരത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയിരിക്കെ അദ്ദേഹത്തിന്റെ ലഹരി എന്ന് പറയുന്നത് വോളിബോളാണ്. അങ്ങനെ അദ്ദേഹം വോളിബോളിലേക്ക് കടക്കുകയും വിദേശത്ത് ഒരു ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നത്. അങ്ങനെ പല ആൾക്കാരും. ഇപ്പൊ നമ്മുടെ മമ്മൂട്ടി ഒരു വക്കീലായിരുന്നു, അഡ്വക്കേറ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മേഖല സിനിമയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ലഹരി അഭിനയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം അഭിനയത്തിലേക്ക് തിരിയുകയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. എന്താ സാറേ, ഈ ആശുപത്രി വരാന്തയിൽ നിന്നാണോ നാടകം കളി, ഓരോരോ വേഷം കെട്ടലുകൾ? അയ്യോ, നാടകം കളിക്കാൻ ഞാനൊരു കലാകാരനല്ല, വെറും ഒരു അച്ഛൻ. എന്റെ ജീവിതം പറഞ്ഞ് നിങ്ങളെ വിഷമിച്ചേക്ക് മാപ്പ്. എന്റെ മോൻ ചിരിച്ചോണ്ടിരിക്ക അല്ല, ചിരിക്കാതിരിക്ക അല്ല, എന്റെ മോനൊരു പുതിയ ജീവിതം വേണം. അതൊക്കെ ആലോചിച്ച